Sir, how was the day, sir? വണ്ടർഫുൾ ഡേ. യൂഷ്വൽ ഡേ പോലെയല്ല. പുതിയ ആൾക്കാർ, പുതിയ മുഖങ്ങൾ. നോർമൽ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഡിസ്കഷൻ ആയിരിക്കില്ല. പുതിയ ഡിസ്കഷൻ, എല്ലാവരെയും മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചെയ്യുക. സോ ഡിഫറെൻറ്റ് ക്രൗഡ്, ഭയങ്കര സന്തോഷമായിരുന്നു. യെസ്, നമ്മളുടെ പ്രൊഡക്റ്റ് സാർ എങ്ങനെയാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്? ആദ്യം ഇത് വന്നപ്പോൾ എനിക്ക് വലിയൊരു അറിവില്ലായിരുന്നു. പിന്നെ നിങ്ങളോട് കുറേ സംസാരിച്ചു, പിന്നെ ഇത് എന്താണെന്ന് അറിഞ്ഞു. പിന്നെ ഞാനത് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് ഭയങ്കര നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു ലാറ്ററൈറ്റാണ്, നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ലാറ്ററൈറ്റാണ്. പിന്നെ അത് ഞാനിപ്പോൾ ചെറിയ ചെറിയ ഇൻഫർമേഷൻ ഭയങ്കര ചൂടത്തുണ്ടാകുന്നതാണ്, ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ. പിന്നെ ഇത് ഭയങ്കര കുറേ മിനറൽസ് ഉള്ള ഒരു ഇതാണല്ലേ. സോ അത് തന്നെ അതിൻ്റെ ഭയങ്കര പ്രത്യേകതയാണത്. പിന്നെ കേരളത്താണ് അത് കൂടുതലും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കൂടുതലും റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ആണ് ഇതിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ മീറ്റ് ചെയ്യാത്തതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രോബ്ലം. അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് നമുക്ക് ഓർഡർ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു സ്റ്റേജ് റീച്ച് ആയോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ? യെസ്, നമുക്കിപ്പം മോർ ദാൻ 1 lakh+ സ്ക്വയർ ഫീറ്റ് പ്രൊഡക്ഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു ഇതില്ല. യെസ്. അപ്പോൾ ഇവിടെ കേരള ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇവിടത്തേക്കാൾ കൂടുതൽ തമിഴ്നാട് ആൻഡ് കർണാടക, അവിടെ കുറച്ചും കൂടി ഇതിന് ഭീകരമായൊരു തീർച്ചയായിട്ടും ഡിമാൻഡ്. എനിക്ക് തോന്നുന്നു ടെമ്പിൾ ഹിസ്റ്റോറിക്കൽ ആ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് മേ ബി. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കളേഴ്സ് ഈ സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു വ്യൂവിൽ മധുരൈ, തിരുനെൽവേലി, പുതുക്കോട്ടൈ, രാമനാഥപുരം, ഈ ഏരിയയിലൊക്കെ ഈ കളർ ഓഫ് ഇത് മണ്ണിൻ്റെ കളറാണത്, ഒരു സോയിൽ ഓഫ് കളർ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇതാണ്. പിന്നെ ഇതിൻ്റെ എന്താണ് ഇത് ഭയങ്കര കൂളിംഗ്, ഇത് ഭയങ്കര, അതായത് ഇതിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടി എന്താ പറയുക, മെയിൻ തിങ് ഇതിൻ്റെ ഒരു ആസ്തറ്റിക് വ്യൂ തന്നെയാണ്. നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ആ ഒരു ലോജിക്ക് തന്നെയാണ്. ബട്ട് ഇതൊരു കൂളിംഗ് എഫക്റ്റ് കൂടി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അത് ഞാൻ ഇതിൻ്റെ ഇതെടുത്ത് ഞാൻ തപ്പി വായിക്കാൻ നോക്കി. അപ്പോൾ അതിൽ തന്നെ മെയിൻ ഫീച്ചർ അതാണ് എഴുതിക്കണം. മെയിൻ ഫീച്ചർ ഇതിൻ്റെ ഇത് ഉണ്ടാകുന്ന തന്നെ പല വർഷങ്ങളെന്ന് പറഞ്ഞു. പിന്നെ ഇത് വെക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഈ ചൂടുള്ള രാജ്യത്ത് ഇത് ലാറ്ററൈറ്റ് വരുന്നതെന്ന്. യെസ്. ബട്ട് ഇൻ GCC അങ്ങനെ ഒരു ഡിമാൻഡ് നമ്മൾ അവിടെ കാണുന്നു, ഒരു ഹ്യൂജ് ഡിമാൻഡ്. അവിടെ ഈ ഏരിയയിൽ ഇതില്ല. ഇവിടെ നിന്നാണ് കൊണ്ടുപോകും. യെസ്, ഇവിടെ നിന്നാണ് കൊണ്ടുപോകാൻ. ബട്ട് അതിൻ്റെ ഒരു മേജർ പ്രോബ്ലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിനെ ഒരു ഡിമാൻഡ് സപ്ലൈ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഗ്ലോബൽ രീതിയിൽ തന്നെ അതിനെ കൺസീവ് ചെയ്താലാണ് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും നോക്കാം. അത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഉണ്ട്, ഓസ്ട്രേലിയയിൽ കുറേ സ്ഥലം ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. അമേരിക്കയിൽ തന്നെ ചൂടുള്ള സ്ഥലം ഇഷ്ടംമാരെയുണ്ട്, സ്നോ പെയ്യാത്ത സ്ഥലം ഇഷ്ടംമാരെയുണ്ട്. പിന്നെ ഇതൊരു ബ്യൂട്ടിയാണ് അല്ലേ ഇതിൻ്റെ കളർ. നിങ്ങൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കളർ കളഞ്ഞിട്ടില്ല അല്ലേ? അതിൻ്റെ ആ ഒരു കളർ നിലനിർത്തിക്കൊണ്ട് അതിനെ റിഫൈൻ ചെയ്തെടുത്ത് ഉള്ളൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ആ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. വെറുതെ ഓരോരുത്തർക്കും ഓരോ ചിന്തകളാണ്. ഒരാളിത് ഒരു വീട്ടിൻ്റെ ഒരു പോർഷന് വേണ്ടി ഇത് വെച്ച്, പക്ഷേ ഇതിൽ ആ പുള്ളിക്ക് വേറൊരു കളർ ഇതിന് മേളിലേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? അതായത് ഇത് മോസ്റ്റ്ലി നമുക്ക് കൂടുതൽ ആളുകളും ഈ ഒരു ആസ്തറ്റിക് വ്യൂ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി സാർ പറഞ്ഞ കണ്ടിന്യൂഷനിൽ ഇപ്പോൾ കുറച്ചും കൂടി ടീ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ, റോഡ് സൈഡ്. അപ്പം ഇവരിവിടെ കൂടുതലും ഒരു ആസ്തറ്റിക് വ്യൂവിന് വേണ്ടിയിട്ട് ഈ കൈൻഡ് ഓഫ് ഒരു വ്യൂ ആണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഞാൻ കുറച്ച് ഉദ്ദേശിച്ചത്. കറക്റ്റ്. ലാൻഡ്സ്കേപ്പിങ്ങിൽ ഇത് ഭീകരമായി കുറച്ചുകൂടി വോള്യൂം, ഗാർഡൻ ഏരിയ. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഗാർഡൻ ഉണ്ട്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നൈ വരുമ്പോൾ കാണിച്ചാൽ എൻ്റെ വീട്ടിൽ ചെട്ടിനാട് സ്റ്റൈൽ വേണമെന്ന് ഞാൻ വീട് വാങ്ങിച്ചതാണ്, വീട് കെട്ടിയതല്ല. ആ ഏരിയയിൽ ഞങ്ങളായിട്ട് ഞങ്ങൾ ഈ സൈഡിൽ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിയ വീടാണത്. അപ്പോൾ വാങ്ങിയ ആൾ അമേരിക്കയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഞാൻ വാങ്ങിയിട്ട് 15 വർഷമായിട്ട് ആ ചെട്ടിനാട് സ്റ്റൈലിൽ വീണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു. എൻ്റെ വീടിന് മുമ്പിൽ ഒരു ഭാഗം ഫുള്ളും ഇതിൻ്റെ കളറാണ്, ഈ ഫ്രണ്ടിൻ്റെ ഡിഫറെൻറ്റ് മെറ്റീരിയൽ. ഈ കളർ ചെട്ടിനാടിൻ്റെ കളറാണത്, നമ്മുടെ മെറ്റീരിയലിൻ്റെ കളർ, ബ്രിക്ക് കളർ. അത് ചെട്ടിനാടിൻ്റെ കളറാണ്, ഒരു സൈഡും പിന്നെ വേറൊരു സൈഡും. അപ്പോൾ അതാണ് വെച്ചിരിക്കുന്നത്.
എനിക്കത് പെട്ടെന്ന് എനിക്ക് ലിങ്കായില്ല. ഞാൻ വാങ്ങാൻ നേരത്തെ വെച്ച് ഞാൻ എൻ്റെ കളർ മാറ്റിയിട്ട് വെച്ചു, സാർ അത് മാറ്റി ചേട്ടനായിട്ട് സെയിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അത് മാറ്റിയ വീട്ടിൻ്റെ ഭംഗി വേണ്ട, പിന്നെ അത് മാറ്റി അങ്ങനെ വെച്ച്. ഇപ്പോൾ അത് ഇതിനായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതുണ്ടെങ്കിൽ ഇതവിടെ ഫിക്സ് ചെയ്താൽ മതി. യെസ് അപ്പോൾ പോർഷൻ മുഴുവനും കുറച്ചുകൂടി റിസോർട്ട്സിൻ്റെ പൂൾ സൈഡിലൊക്കെ ഹോൾ സൈഡ് കറക്റ്റ് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ പ്രീമിയം ഫീൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ലോവർ ഗ്രേഡിലും താഴത്തെ ഇടയിലും കിട്ടുമെങ്കിലും ഈ പൊസിഷൻ ആൻഡ് ടു പ്രീമിയം, അപ്പോൾ കുറച്ചും കൂടി ഹയർ സ്റ്റാൻഡേർഡ് ഉള്ള ഏരിയകളിൽ അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. മീൻസ് ഒരു എന്താ പറയുക, ലാൻഡ്സ്കേപ്പിംഗ് ആണ് കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വൺ തിങ്, ഇത് പാവ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. താഴെ ഫ്ലോറിങ്ങിന് വേണ്ടി പാവിങ്. അപ്പോൾ ഭയങ്കര ഗ്രിപ്പായി. നമ്മളാദ്യം ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് വാൾ ക്ലാഡിങ്സ് ആണ്, വാളിലേക്കാണ്. ഇത് ഫ്ലോറിങ് ആയിട്ട്. യെസ്, അപ്പോൾ അതിൻ്റെ തിക്നെസ് കുറച്ചുകൂടി ഹൈ ആയിരിക്കും, പിന്നെ സ്ലിപ്പറി അല്ല. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് ഈസ് കമ്മിങ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വേറൊരു വർഷം പറയാം, ഗാർഡൻ ഏരിയയിൽ നമ്മൾ ലോൺ ഇടുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫ്ലോറിങ് വേണമെങ്കിൽ ഇത് വെച്ചോ. സ്റ്റെപ്പ് ഏരിയ വരെ വെച്ചോണ്ട് പോവാം. പലതരത്തിൽ വീട് ഇൻറ്റീരിയറിലും വെക്കാം, ഇൻസൈഡ് വീട്ടിലൂടെ വെക്കാം. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ മോള് ഗ്ലാസ് ആണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ താഴത്ത് അതേപോലെ ഈ വീട് കയറി വന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഗ്രാനൈറ്റ് മാർബിൾ വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ സെറ്റപ്പ് നോക്കാം. അവിടെ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു ലോൺ പോലെ ആക്കിയിട്ട് ഇൻസൈഡ് വീടും അവിടെ ഒരു ഗാർഡൻ ഏരിയ വരെയാക്കി. അതൊരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു ട്രെൻഡിലേക്ക് ഇപ്പം അങ്ങനെ പറയാം. അത് പിന്നെ നമ്മളൊരു കണ്ടംപററി സ്റ്റൈൽ വീടുകൾ ചെയ്യുമ്പോൾ ആളുകൾ കുറച്ചും കൂടി ആ ഒരു പാറ്റേൺ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ ഈ ലാൻഡ്സ്കേപ്പിംഗ് ആണല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിൽ വിത്ത് ലൈറ്റിങ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ടൻസ് അതൊരു ഭീകരമായൊരു ബെസ്റ്റ് ഫീലാണ്. ഇപ്പോൾ നമ്മളുടെ സിറ്റി അല്ലാതെ നമ്മൾ നോർത്ത് സൈഡിൽ പോയാൽ, ബോംബെയിലൊക്കെ പോയാൽ, ഡൽഹിയിലൊക്കെ പോയാൽ നമുക്ക് വീടിന് സ്ഥലം കാണില്ല. ആ ഒരു വീടിൻ്റെ അകമായിരിക്കും ഒരു ഫ്ലാറ്റ് പോലെ, ഒരു 5 നില ഫ്ലാറ്റ് ഒരാളുടെ ആയിരിക്കും. ഞാൻ ഭയങ്കര പ്രീമിയം എന്നാണ് പറയാം. ഇപ്പോൾ ആ ഒരു 5 നില കെട്ടിടത്തിൻ്റെ അകത്ത് തന്നെ ഒരു ഇതുണ്ട്, ഗാർഡൻ ഉണ്ട്, ഇതുണ്ട്, പൂളുണ്ട്, വീടുണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീട് കയറി വേറെ സ്ഥലത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാനുള്ള സ്ഥലം, ഗാർഡൻ, പുറം ഏരിയ പോലെ സെറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ ദിസ് ഇസ് വെരി വെരി യൂസ്ഫുൾ. ഇതിൻ്റെ കളർ ഷെയ്ഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ അത് നമ്മളൊരു വാളിൽ ചെയ്തിട്ട് അതിലൊരു വാം കളർ ലൈറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ വിത്ത് സം ഗ്രീനറീസ്. വാവ്. അപ്പോൾ നൈറ്റ് എഫക്റ്റ് ഭയങ്കര രസമായിരിക്കും രാത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചുകൂടി റിലാക്സ് ചെയ്യുന്ന, സോ ഇറ്റ് വിൽ പൊസിഷൻ ഇൻ ടു പ്രീമിയം. ദാറ്റ്സ് എ പ്രോസസ്. എല്ലാ ടൈപ്പും ഉണ്ട്. ഞാൻ ഓർത്തിട്ട് ഇത് ഇറ്റ്സ് വാഷബിൾ, നമ്മൾ റഫ്യൂസ് ചെയ്യാം, പിന്നെ അത് കഴുകിക്കളയാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ ഇനി ആർക്കിടെക്റ്റ് പുതിയ വീട് കെട്ടുമ്പോഴോ പുതിയ അവർ നേരത്തെ ഇത് പ്ലാനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ആർക്കിടെക്റ്റിന് വലിയൊരു ഇതാണ് നമ്മളുടെ ലെറ്റോറ. ഇത് കാണുന്ന കുറേ ആർക്കിടെക്ട്സ് ഉണ്ടാവും, റിസോർട്ട് ഓണേഴ്സ് ഉണ്ടാവും, പുതുതായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനൊരു പ്രൊഡക്റ്റ് അവർ പർച്ചേസ് ചെയ്യാനായിട്ട് അവരെങ്ങനെയാണ് അതിന് കാണുന്നത്? പർച്ചേസിങ്ങിലേക്ക് വരികയാണ്. ഒന്ന് നമ്മൾ ഭയങ്കര വൈഡായിട്ട് ഇതിനെ മാർക്കറ്റിങ്ങിൽ ഇറക്കുക. അങ്ങനെയാണ് അവരുടെ ശ്രദ്ധയിൽ നമ്മൾ എത്തിപ്പെടുക. ഓക്കെ, ഞാൻ വീണ്ടും പഴയ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. ഇത് ശ്രദ്ധയിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോൾ ഐ തിങ്ക് നമ്മൾ ഒരു അവരാലോചിക്കാത്ത ഒരു മോഡൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിലവിൽ ഇങ്ങനത്തെ കുറേ ക്ലാഡിങ്സ് സെറാമിക്സിൽ ഇപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ്. ഇതേ സെയിം മെറ്റീരിയൽ നമ്മൾ നാച്ചുറൽ അല്ലേ, സെയിം നമ്മൾ കൊടുക്കുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ്, ബട്ട് സെയിം സംഭവം തന്നെ സെറാമിക്കിൽ വരുന്നുണ്ട്, ചൈന പൊടി. ബട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ലല്ല, സെറാമിക്കാണ്, ചീപ്പ് പ്രൈസ് ബട്ട് നോ യൂസ്. അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട്. അപ്പം ആളുകൾക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു അവയർനെസ്. സെറാമിക് ആകുമ്പോൾ അത് പൊട്ടൂലേ? യെസ് പൊട്ടും. അത് ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ നാച്ചുറൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സുകളും പോലെ തന്നെയാണ്. ആണല്ലേ? ബട്ട് നാച്ചുറൽ ക്വാളിറ്റീസിലല്ലോ. ഇതില്ല, ഇത്ര നാച്ചുറൽ അല്ല, ഒറിജിനൽ അല്ല. അതിൻ്റെ കളേഴ്സ് കിട്ടില്ല, നമുക്കതിൻ്റെ ആ ഒരു അസ്തെറ്റിക് വ്യൂ കിട്ടില്ല. അസ്തെറ്റിക് വ്യൂ എന്നല്ല, പറഞ്ഞ പോലെ നമ്മൾ ഇതിലൊക്കെ പറയുന്നുണ്ട്, സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ഹീറ്റ് പെനട്രേറ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ ടോപ്പ് ലെയർ ബ്ലോക്സ് ആണ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്.
അപ്പം മാർക്കറ്റിൽ എപ്പോഴും അപരന്മാരുണ്ടല്ലോ. ഓക്കെ, ഇതേ സെയിം ഫീൽ കൊടുക്കാൻ ഇതിനേക്കാൾ പ്രൈസ് കുറച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഒരു സിമിലർലി ഈ പറഞ്ഞ പോലെ ബട്ട് നമ്മൾ അതിനെ കുറച്ചുകൂടി പ്രീമിയം പൊസിഷനിങ് ചെയ്യാനാണ് നമ്മൾ ലെറ്റോറ. ഞാൻ വേറൊരു കാര്യം പറയുന്നത്, പ്രീമിയം ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാരോ പ്രീമിയം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരോ അവരൊരിക്കലും ആ വർഷനിലേക്ക് പോകില്ല. വെറുതെ ഞാൻ പറയണം, ഇപ്പോൾ ഒരു എസ് ക്ലാസ് ഉപയോഗിച്ച ആൾ ഇതിൽ നിന്ന് മാറി വേറെ അങ്ങോട്ട് പോകില്ല. അത് പ്രീമിയമാണ്. അതിൻ്റെ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ലെറ്റോറാൻ്റെ ക്വാളിറ്റീസ് ഇഷ്ടംമാരി ഉണ്ട്. നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ലിസ്റ്റിൽ ABCDEFG ഇട്ട് വെച്ചിട്ടുണ്ട്. അത് അറിയുന്നവർ അതേ ഉള്ളൂ, അതേ ചെയ്യുള്ളൂ. അവർ വേറൊരു സബ്ജക്റ്റിലേക്ക് മാറില്ല. ഇപ്പം ഒരുപാട് ഫിലിം സ്റ്റാർസിനോടൊപ്പം തങ്ങുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ അവരോട് മീറ്റ് ചെയ്യുന്നൊക്കെയാണ്. അവരുമായിട്ടുള്ള ജേണിയിലൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചിലപ്പം കാണുകയും തീർച്ചയായിട്ടും അവിടേക്ക് എന്തെങ്കിലും ഹോണ്ട് ചെയ്യുന്നുണ്ടോ നമ്മളെ പ്രൊഡക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരുപാട് സ്ഥലത്ത് പോയില്ലേ ഒരു വർഷങ്ങളുടെ. ഞാൻ പറയാം, മാർക്കറ്റിംഗ് ഞാൻ പറയുമ്പോൾ എല്ലാം ഇത് മാർക്കറ്റിംഗ് ആവും. ഇപ്പോൾ നാളെ നമ്മളുടെ ഇതിലുള്ള കൊലീഗ്സോ ഞാനിവിടെ വീട് വയ്ക്കുന്നുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. കുറേ ഞാൻ ഈ ഫിലിം സ്റ്റാർസിൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രീൻ്റെ കാര്യം തന്നെ പറയാം. ഇൻഡസ്ട്രിയിൽ കുറേ പേര് അവർ തന്നെ സെൽഫ് ആർക്കിടെക്റ്റ് ചെയ്യും. വെച്ചാൽ അവർ ഇൻഡസ്ട്രി ഇരുന്നിരുന്ന് അവർക്കൊരു ഇത് കാണും, ഇങ്ങനെ നമ്മളെ വീട് ഇങ്ങനെ വേണം, ഇവിടെ ഇങ്ങനെ വേണം എന്നൊക്കെ കുറേ ആഗ്രഹങ്ങൾ കാണും. സെൽഫ് ആർക്കിടെക്റ്റ് ചെയ്യും. അപ്പോൾ കുറേ കാര്യം ഷൂട്ടിംഗ് സ്ഥലത്തോ ടേക്കിന് മുമ്പ് ഇരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഞാൻ മറ്റേത് വെച്ച് റിയാസേ, പക്ഷേ കാർ പാർക്കിൽ ഇതായിട്ടാണ് കുറേ ഡിസ്കസ് ചെയ്യും. ഇതിന് അറിവുള്ള ഒരാൾ ഇപ്പം ഞാനാകുമ്പോൾ ആ സ്ഥലത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പറഞ്ഞു പോകും. ഇങ്ങനൊരു സാധനമുണ്ട്, ഇങ്ങനെ ഇതുണ്ട്, ഇത് നോക്ക് എന്ന് പറഞ്ഞു പോകും. സോ നാച്ചുറലി ഇതിൻ്റെ അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് ഭയങ്കര വേഡായിട്ട് തന്നെ പോകും. എൻ്റെ ഭാഗത്ത് അറിയപ്പെടുന്ന കുറേ പേര് ഇനി വീട് വെക്കണ്ട, എത്രയോ പേര് റെനോവേഷൻ ചെയ്യണം. അതാണോ എത്രയോ പേര് വീട് റെനോവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ട്. എല്ലാ വർഷവും വീട് റെനോവേറ്റ് ചെയ്യും. ദേ ഓൾ ക്യാൻ. ഇപ്പം ഇതിൽ നമുക്കൊരു വീട് മൊത്തം ചെയ്യാന്നുള്ളതല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലായ സ്പേസിൻ്റെ ഒരു മോളായിരിക്കും ചിലപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്നത്. ചിലപ്പം ഒരു പറഞ്ഞ പോലെ നമ്മൾ ലാലേട്ടൻ ആറാം തമ്പുരാനിലൊക്കെ വരുന്ന പോലെ ആ ഒരു സ്റ്റൈലിലേക്കാണെങ്കിൽ ഒരു ലൈബ്രറി ആവാം. ഒരു ലൈബ്രറിൻ്റെ ഒരു ഭാഗമാകാം. അവിടെ ഇരുന്ന് ലൈബ്രറി വെച്ചിട്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇരിക്കുന്നത് ഒരു നാച്ചുറൽ സ്ഥലത്തുള്ള ഒരു ഫീലാണെങ്കിൽ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ അതായിരിക്കാം, താഴെ അതായിരിക്കാം, ഇരിക്കാനുള്ള നല്ലൊരു സുഖവും. അവിടെ നിന്ന് ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു സുഖം കംപ്ലീറ്റ് വേറെ ആയിരിക്കാം. ലൈബ്രറി ആകും. സോ എങ്ങനെ വേണമെങ്കിലും ഫീൽ ചെയ്യാം നമുക്ക്. അതിൻ്റെ ഒരു യൂട്ടിലിറ്റി ലിമിറ്റഡ് ആണ്. ഐ മീൻ യൂട്ടിലിറ്റി അൺലിമിറ്റഡ് ആണ്. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ഒരു മാർക്കറ്റിലേക്ക് അത്ര അവയർനെസ് ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മളത് ഗ്രാജുവലി റീച്ച് ഔട്ട് ചെയ്യാം. മെയിൻ തിങ് ഇത് കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വർഷം അതിൽ അവർ യൂസ്ഡ് ആയാൽ പിന്നെ ഇതിൽ മാർക്കറ്റിംഗ് ചിന്തിക്കാൻ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. പക്ഷേ ഒരു വീടെന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നോർമൽ നമ്മൾ ഹോസ്പിറ്റലിലോ പോകുന്നില്ല, സ്കൂളിലോ നമ്മൾ വില്ലയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ റിസോർട്ടിലേക്ക് പോകുന്നില്ല. അതൊരു ബിസിനസ്. ഒരു വീടെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളുടെ ഏരിയയാണ്. അവരുടെ അടുത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഇത് കിച്ചൺ ഏരിയ, കിച്ചൻ്റെ ബാക്ക് സൈഡ് ഏരിയ, അവരുടെ വാഷ് ഏരിയ, അപ്പുറത്തെ ഏരിയ, ഈ സൈഡിലേക്ക് ഇത് അവർക്ക് ഇഷ്ടമായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഇത് കാണും. അത് ഗ്രാജുവലി അങ്ങനെയാണ്. സോ അതൊരു വലിയ മാർക്കറ്റിംഗ് ആണ് നമുക്ക്. അതായത് സ്ത്രീകളിലേക്ക് ഇത് എത്തിച്ചേരുക എന്നുള്ളതൊരു വലിയൊരു മാർക്കറ്റിംഗ് ഏരിയയാണ്. ഒരു വാൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സാറിൽ നിന്ന് ഒരു വാൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇനി തൊട്ട് ലെറ്റോറയ ആളുകൾ മനസ്സിൽ കാണും. അതേപോലെ ഈ എപ്പോഴും ഞാൻ വീണ്ടും കിച്ചൺ ഏരിയയിലേക്ക് തന്നെയാണ്. ഈ കിച്ചൺ ഏരിയ എപ്പോഴും ഒരു തുടച്ച് നീറ്റാക്കാൻ നോക്കും. അതിൽ കുറേ കറകൾ പറ്റും, കുറേ സ്റ്റെയിൻ ആകും, ചിലത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസ് അല്ല ലെറ്റോറ. ഒരു ഏരിയ, അവിടുത്തെ ഒരു മതിലോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ നല്ല ഇറ്റ് ക്യാൻ മാച്ച് എനിവെയർ. അതാ പറഞ്ഞാൽ ആ കിച്ചൺ ഏരിയയിലേക്ക് ഇത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, ഇത് സ്ത്രീകളുടെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് വേറെ തന്നെയായിരിക്കും പോകും. പിന്നെ നമ്മൾ ഓരോ ഇന്നോവേഷൻ ആയിപ്പോയി കിച്ചണിലേക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഇത് മാത്രം ഇപ്പം നമുക്ക് തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈസസ് വരുന്നുണ്ട്. ഇപ്പം ബിഗ് സൈസ്, ഇപ്പം 12x6, 3x3 വരുന്നുണ്ട്, ചെറുത് മൊബൈൽ ഫോൺ സൈസിൽ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള അവിടെയുള്ള ഷെൽഫ് ആ സ്പേസ് മാത്രം ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. ചില ടോഫികൾ ഇപ്പം എല്ലാവർക്കും
അച്ചീവ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ട്രോഫീസ് വയ്ക്കുന്നതിനുള്ള സ്ഥലങ്ങൾ അങ്ങനെ പല സൈസിലാണ് നമ്മളിതിനെ. അതാണ് നമ്മളെ ഫസ്റ്റ് നമ്മൾ ഇത് തന്നെ പറഞ്ഞത്. ആർക്കിടെക്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഡിസൈൻ ചെയ്ത് വെക്കും വീട്ടിൽ നേരത്തെ. ഇങ്ങനെയാണ് ദേ വിൽ ടെൽ ടു ദ, വീണ്ടും പറയാണ് ടു ദ കസ്റ്റമേഴ്സ്, ഇത് ഇങ്ങനെ ലറ്റോറ വെച്ച് ഇത് വെച്ച് നമുക്ക് ഇവിടെ ചെയ്താൽ മതി, ഇവിടെ വെച്ചാൽ ഭംഗിയായിരിക്കും. ദേ വിൽ ടെൽ ദ കസ്റ്റമർ. പിന്നെ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് കാണാൻ പോകുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ വെക്കായിരുന്നല്ലേ, ഇങ്ങനെ നമ്മൾ ആലോചിക്കും. അല്ലെങ്കിൽ വീട് കെട്ടുന്ന ഒരാളോ വീട് വെക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ്. സോ ഇറ്റ്സ് ജസ്റ്റ് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഡബിളായിട്ട് ദിസ് ഗോസ് ഓൺ. യെസ് സർ. യൂഷ്വലി ആർക്കിടെക്റ്റ് ആണല്ലോ നമ്മൾ. ഇപ്പോൾ ഞാൻ വീട് വയ്ക്കുന്നത്, ഞാൻ ആർക്കിടെക്റ്റിൻ്റെ ഒരു കസ്റ്റമറാണ്. ഞാൻ ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന പുള്ളിയാണല്ലോ. ചിലപ്പോൾ ഈ വിവരം അവർക്ക് അറിയില്ലായിരിക്കും. ഇപ്പം എനിക്കറിഞ്ഞു. ഇനി ഞാൻ ആരെങ്കിലും പോയാൽ ഞാൻ ഉടനെ പറയും ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം വെച്ച് അപ്പോൾ ഇത് ഞാനൊരു ആർക്കിടെക്റ്റോട് ആദ്യം പറയുമ്പോൾ പുള്ളിക്ക് തന്നെ ഒരു ന്യൂ ആയിരിക്കും. റിയാസ് ഇത് എവിടെ നിന്ന് കണ്ട്, ഞാനാണ് ലോഞ്ച് ചെയ്തത്, ഞാനൊരു സംഭവം ഉണ്ട് എന്ന് പറയും. ഓർ വൈസ് വെർസ. ഇത് ഈ ആർക്കിടെക്റ്റ് ഏരിയയിലേക്ക് ഇത് എത്തിച്ചേരുമ്പോൾ അവർ നേരത്തെ ഡിസൈൻ ഉണ്ടാക്കി വയ്ക്കും. ഒരു മോഡലാണ് ഉണ്ടാക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു മോഡലുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എനിവെയർ ഇൻസൈഡ് ഓഫീസ്. വീടുകൾ മാത്രമല്ല, ഓഫീസ് ഏരിയയിലുണ്ട്, എനിവെയർ ക്യാൻ ബി യൂസ്ഡ്. സോ അതൊരു ന്യൂ ഡിസൈനായിട്ട് മാറും. പുതിയൊരു ഡിസൈനർ സ്കെച്ച് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴേ അവരത് ഇൻക്ലൂഡ് ചെയ്ത് കളയും. ഇങ്ങനൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് ഒരു വീട് വയ്ക്കുന്ന കസ്റ്റമറിൻ്റെ പുതിയതായിരിക്കും. കസ്റ്റമർ ചിലപ്പോൾ അത് അറിയണ്ടാവില്ല. അതാ പറഞ്ഞത്. അപ്പോൾ അതിലൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇതിലൊരു പ്രൈസ് എൻഡ് ഓഫ് ദ ഡേ കസ്റ്റമേഴ്സ് പ്രൈസ് കോൺഷ്യസ് ആകാറുണ്ട്, ചില സമയങ്ങളിൽ ആവാറില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു പോയിന്റിൽ വരുമ്പോഴാണ് ഇതൊക്കെ നെഗോഷിയേറ്റ് ആയി പോകുന്നത്. ബട്ട് പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്. പ്രീമിയമായിട്ട് ചെയ്യുന്ന ആൾക്കാർ, വെക്കുന്ന ആൾക്കാർ വലിയ നെഗോസിയേഷൻ ഇല്ല. ഇതിനേക്കാളൊക്കെ ഭയങ്കര സംഭവങ്ങളുണ്ട്. നമ്മൾ ഭയങ്കര പ്രീമിയമായിട്ട് വീട് ചെയ്യണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ എല്ലാം അഫോർഡബിളാണ്. പ്രീമിയമാണ്, പക്ഷെ അഫോർഡബിളാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ നമ്മളുടെ ലട്ടോറ തന്നെ നമ്മൾ വാളിലേക്ക് വെക്കുമ്പോൾ തന്നെ വേറൊരു ഏരിയയിൽ ഈ ലട്ടോറയുടെ നമ്മളുടെ ടൈലും ഗ്രാസും ഉള്ളി ഇങ്ങനെ ചേർന്ന് വയ്ക്കാൻ ഇതെനിക്കിപ്പോൾ ഓർമ്മ വന്നത്. സോ ഈ ഒത്തൻറ്റിക് ബ്രിക്കിംഗ് കാണും, ബ്രിക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഗ്രാസ് വരുന്നവരെയും കാണും. പൂക്കൾ വയ്ക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം നമുക്ക് അതിൽ കൂടെ. സോ ഇനി ആർക്കിടെക്റ്റിൻ്റെ കയ്യിലാണ് ഇതിൽ നമ്മൾ പറയില്ല പൂന്ത് വിളയാടലാന്ന് പറയില്ലേ, ആർക്കിടെക്റ്റിൻ്റെ കയ്യിലാണത് ഉള്ളത്. അപ്പം നമ്മൾ ഐ തിങ്ക് വി ഹാവ് ടു റീച്ച് ഔട്ട് എവറിവെയർ. ഗ്ലോബലി ഹാവ് ടു റീച്ച് ഔട്ട് എവറിവെയർ. ആൻഡ് ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് അറിയും മാർക്കറ്റിൽ. ഫയർ പോലെ കത്തുന്നതാണ് എൻ്റെ ഒരു ഇത്. ആൻഡ് വാട്ട് അബൌട്ട് ദ നെയിം ലറ്റോറ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലാറ്ററൈറ്റ്, ലറ്റോറ, ഇത് ഇന്ത്യ വിട്ട് പുറത്തു പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ മൈൻഡിൽ. ഇത് സൗണ്ട്സ് ലൈക്ക് എ സ്പാനിഷ് നെയിം, ലറ്റോറ, ഓർ സം കൈൻഡ് ഓഫ് ഇറ്റാലിയൻ നെയിം. ലറ്റോറ ഇസ് മോർ ഓഫ് സ്പാനിഷ് പോലത്തെ ഒരു വേർഡാണ്. ഗ്ലോബലി പോകുമ്പോൾ ഇങ്ങനത്തെ വാക്കുകളുള്ള വേർഡ് പെട്ടെന്ന് റീച്ച് ആവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇന്ത്യൻ നെയിമായിട്ട് പറഞ്ഞല്ല, യൂഷ്വൽ ലറ്റോറ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഒരു കാർഡ് കൊടുക്കുമ്പോഴത്തേക്കും അതിന് എനിവെയർ ഗ്ലോബലി ഈസിലി അക്സസിബിൾ നെയിം, വായിൽ വരുന്ന പേരാണ്. അങ്ങനെ ഇപ്പോൾ ചില പേരുണ്ട് പെട്ടെന്ന് നമുക്ക് വായിൽ റീച്ച് ആവില്ല. മറ്റേതിൻ്റെ പേരെന്താണ്, മറ്റേത് എന്താണ് നിങ്ങൾ ചോദിച്ചു വരുമ്പോഴത്തേക്കും ഒരു നെയിം പറയാം. അതല്ല ഇതിൻ്റെ ഒരു വേറൊരു പേര്, അത് ഞാൻ നെയിംസ് പറയുന്നില്ല. വെരി ഫെമിനൈൻ നെയിം ലറ്റോറ, വെരി ഫെമിനൈൻ നെയിം, മാൻലി നെയിം അല്ല, മസ്കുലർ നെയിം അല്ല ലറ്റോറ. സോ ഇറ്റ്സ് വെരി ഈസ് ഒരു ബ്രാൻഡ് ഫേസ് ആയിട്ട് ഞങ്ങൾ സാറിനെ മനസ്സിൽ കണ്ട സമയത്ത് ഞാൻ സാറോട് പറഞ്ഞ ഒരു ഡയലോഗാണ്. എനിക്ക് വളരെ നാച്ചുറലായി തോന്നി ആൻഡ് സ്ട്രോങ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ ബ്രാൻഡിനെ പോലെ തന്നെ സാർ എങ്ങനെയാണ് കൺസീവ് ചെയ്തത്? ഇതിപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ പേഴ്സണലൈസായിട്ട് എടുക്കേണ്ടി വരും ഞാൻ. സോ മൈ പേഴ്സണൽ ലൈഫ് ഞാൻ ഒരിക്കലും എൻ്റെ ക്യാരക്ടറിൽ ഞാൻ മാറിപ്പോയിട്ടില്ല. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ 34 വർഷമായിട്ട് ഞാൻ സിനിമ അഭിനയം തുടങ്ങിയ പോലെ ഞാനത് മാറ്റിയിട്ടില്ല. വെൻ കമ്മിങ് ടു ഫിറ്റ്നസ്, ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ലിങ്ക് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് 30 years ആയിട്ട് ഞാൻ എൻ്റെ ഫിറ്റ്നസ് മാറ്റിയിട്ടേ ഇല്ല.
സോ കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ സാധനം. സോ ഈ കൺസിസ്റ്റൻസിയാണ് ഞാൻ ഇവിടെയും നമ്മളെ എട്ടോറയിലും എൻ്റെ ഒരു ഇതിലുള്ളത്. നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇത് ക്വാളിറ്റി ആൻഡ് നമ്മൾ ഓരോ സാധനം നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സോ ആ കൺസിസ്റ്റൻസി എപ്പോഴും കാണണമെന്നാണ് എൻ്റെ ഒരു തോട്ട് ഓഫ് മൈൻഡ്. അപ്പോൾ അതെല്ലാം ആലോചിച്ചപ്പോൾ എനിക്ക് VCക്ക് ഇത് അടുക്കാൻ പറ്റി. പശ്ചിമ ക്ലോസ് നമ്മൾ വെറുതെ ഒരു സാധനം വെറുതെ ഇപ്പോൾ ഇതൊന്നും ആരും എനിക്ക് നമ്മൾ സംസാരിക്കുക ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടോ ഒന്നുമല്ല, ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് മൈ മൈൻഡ്. സോ ദാറ്റ്സ് മോർ കംഫർട്ടബിൾ ഫോർ മൈ. ഒരു ഗ്ലോബൽ എക്സ്പാൻഷനിലേക്ക് പോകുന്ന സമയത്ത് സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? See, foreign people outside India, foreign people, അവർക്കെപ്പോഴും they always wanted new things to come. പിന്നെ അവർക്കെപ്പോഴും they want to experiment ചെയ്യാനുള്ള കുറേ ഇതാണ്. പിന്നെ യൂഷ്വലി ഇപ്പം ഞാൻ വെറുതെ പറയട്ടെ, നമ്മളുടെ ഒരു ലാംഗ്വേജ് ഫോറിനേഴ്സ് ഈസിക്ക് പഠിക്കും, നമ്മളൊരു ലാംഗ്വേജ് ഈസിക്ക് പഠിക്കില്ല. അവർ നമ്മളുടെ ഭാഷയും പറയും, നമ്മളുടെ കൾച്ചറും പഠിക്കും, ഫുൾ ലെങ്തിൽ പോകും, നമ്മൾ ചെയ്യില്ല. സോ ഈ നമ്മളുടെ ഇന്നത്തെ ഒരു സബ്സ്റ്റൻസ് മെറ്റീരിയൽ കൊണ്ടുപോകുന്നത് നമുക്ക് ഹൈലി പോസിബിളാണ്, ഹൈലി പോസിബിൾ ടു റീച്ച് ദം ബിക്കോസ് യു ആർ ട്രാവലിംഗ് ലോട്ട് ഓഫ് ഹൈലി റീച്ചബിളാണ് നമുക്ക്. സോ ഇനി വീട്ടിൻ്റെ അകത്ത് അവരുടെ വീടിൻ്റെ അകത്ത് അവർ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ദേ അഡാപ്റ്റ് ടു ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യുക. അവർ ആ ഒരു ചിലപ്പോൾ ഒരു ഏരിയയിൽ മാത്രം ഒരു ഇങ്ങനത്തെ ഒരു കൾച്ചർ കയറ്റി വയ്ക്കും. സോ ഇറ്റ്സ് വെരി ഈസി നമുക്ക് ഇത് ഗ്ലോബലായിട്ട് റീച്ച് ആവുന്നുള്ള ഇത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് തന്നെ കുറേ എൻക്വയറീസ് വന്ന റിസോർട്ട്സിൻ്റെ, അതേപോലെ തന്നെ റിസോർട്ട്സാണ് കുറച്ചുകൂടി വന്നിട്ട് കൊടൈക്കനാലൊക്കെ കുറേ എൻക്വയറീസ് വന്നു. നാച്ചുറലി അപ്പോൾ അവിടെ അവരുടെ ആ ഞാനതാണ് പൂൾ സൈഡിലാണ് ഇത് അവരെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒരു സൈഡ് ഓഫ് വാൾസ് ഒരു അതാണ് യൂഷ്വലി ഇത് നമ്മളുടെ ലട്ടോറ ഇത് വെച്ച് നമ്മളിങ്ങനെ കണ്ണുമൂടി ആലോചിച്ചാൽ ഫസ്റ്റ് വരുന്ന അതാണ്. ഈ ഗാർഡൻ ഏരിയ, പൂൾ സൈഡ് ഇങ്ങനെ വെക്കാനാണ് പെട്ടെന്ന് നമ്മൾ ഈ ഈസിക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ ആർക്കിടെക്റ്റ് വേണം ഇത് ബ്രേക്ക് ചെയ്ത് വീട്ടിൻ്റെ അകത്ത് എവിടെയൊക്കെ വയ്ക്കുക, എന്തൊക്കെ ചെയ്യുക, സ്റ്റെയർ കേസിൽ വയ്ക്കണോ, ഇത് വെച്ച് സ്റ്റെയർ വയ്ക്കണോ എന്ന് വയ്ക്കണം എന്നുള്ളത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് സ്റ്റെയർ കേസ് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഗ്ലാസ് വെച്ചാൽ തന്നെ ഭയങ്കര ഭംഗി, സ്റ്റെയറിൻ്റെ വോളി പോണത് തന്നെ. സോ ഇനി അവർ ബ്രേക്ക് ത്രൂ ചെയ്യണം ഇത് ആർക്കിടെക്റ്റ് എവിടേക്ക് കയറി വയ്ക്കാം. പിന്നെ എനിത്തിങ് മാർക്കറ്റിംഗ് ഉണ്ട്. മാർക്കറ്റിംഗ് വി ഡു ദ ബെസ്റ്റ്. അതാ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയും സക്സസ് ഒരു ടൈം അല്ല നമുക്ക്. സക്സസ് എവറി റെഗുലർ ഇൻ്റർവെൽസ് യു ഹാവ് സക്സസ്. ഓരോ ഇൻ്റർവെല്ലിൽ നമ്മൾ സക്സസ് ചെയ്യും. then again we have to work double hard. പോയ സക്സസ് കിട്ടിയതിനേക്കാളും ഡബിൾ ടൈം വർക്ക് ചെയ്യണം. അതിൽ നിന്നൊരു സക്സസ് വരുമ്പോൾ അതിലേക്കൊരു 3 മടങ്ങ് വർക്ക് ചെയ്യണം. സോ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ടു സസ്റ്റെയിൻ ദാറ്റ് കൺസിസ്റ്റൻസി. ആ ജേർണിയിൽ സാറും കൂടെ ഉണ്ടാവണം തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത്രയും ഞാൻ സംസാരിക്കാം.